ഇത് ഞാൻ പൂനെയിലെ മലയാളിക്കട കാണിച്ചു തരാം കേട്ടോ. കേരള മാർട്ട് എന്നാണ് ഇതിൻ്റെ പേര് വന്നിട്ടുള്ളത്. മലയാളികളായിട്ടുള്ള ഒരു ആൻറ്റിയും ഒരു അങ്കിളാണ് ഇത് നടത്തി വരുന്നത്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന വെളിച്ചെണ്ണയൊക്കെ എൻ്റെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിലും കാലിലൊക്കെ നല്ല മുരി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മോൻ്റെ സ്കിന്നും ഫേസൊക്കെ ആകെ ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ എന്തായാലും ഞാൻ വലിയൊരു ബോട്ടിൽ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ നേന്ത്രപ്പഴം മോന് ഇഷ്ടമാണ്. ഇടയ്ക്കൊക്കെ നെയ്യിൽ ഇങ്ങനെ കുറച്ച് പഞ്ചസാരയൊക്കെ എടുത്ത് ടോസ്റ്റ് ചെയ്ത് കൊടുത്താൽ അവന് നല്ല ഇഷ്ടമാണ്. പിന്നെ കൊള്ളി എടുത്തിട്ടുണ്ട്. കൊള്ളി എടുത്തിട്ടില്ല, കൊള്ളിയുണ്ട്. പിന്നെ ഞാൻ കൊച്ചുള്ളിയാണ് കേട്ടോ ഏട്ടനോട് എടുക്കാൻ പറഞ്ഞത്. കാരണം കൊച്ചുള്ളി ഇവിടെ മാർക്കറ്റുകളിലൊന്നും കിട്ടാറില്ല. റയറായിട്ട് മാത്രമേ എവിടെയെങ്കിലുമൊക്കെ ഞാൻ കാണാറുള്ളൂ. അപ്പോഴൊക്കെ ഞാൻ മേടിക്കാറുണ്ട്. പിന്നെ മേടിക്കണമെങ്കിൽ ഇവിടെ വരണം കേട്ടോ. അപ്പോൾ അധികമൊന്നും എടുത്തില്ല, കുറച്ചെടുത്തു. കാരണം ഇപ്പോൾ മഞ്ഞ ആയതുകൊണ്ട് തന്നെ കുറേ മേടിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പൂപ്പൽ പിടിച്ചിങ്ങനെ ഇരിക്കും. പിന്നെ ചിപ്സൊക്കെ ഉണ്ട്. ചിപ്സും ഞാൻ എടുത്തില്ല. എന്തെങ്കിലും ഉണ്ണിയപ്പം അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഉണ്ണിയപ്പത്തിൻ്റെ സ്റ്റോക്ക് ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല നമ്മൾ ചെന്നപ്പോൾ. അപ്പോൾ ഈ ചോക്ലേറ്റിൽ നിന്നൊക്കെ നമ്മൾ കണ്ണൊക്കെ വെട്ടിച്ച് ആ മോൻ ആവശ്യപ്പെട്ടത് ഈ ഒരു ഷേക്കായിരുന്നു. അപ്പോൾ നമ്മളൊരു ഷേക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ണാടിയൊക്കെ എൻ്റെ കയ്യിൽ വേഗം തന്ന ആൾ ഷേക്കിൻ്റെ ബോട്ടിൽ മേടിച്ചു. നമ്മുടെ കാർ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6-8 മാസം ആയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ വേറൊരു മാളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ തുടക്കമൊന്നും നാശമായിട്ടുണ്ട്. അപ്പോൾ അത് മേടിക്കണം. തിരിച്ചു പോകുന്ന വഴിയിൽ മോനിപ്പോൾ കുടിച്ച ജ്യൂസ് മുഴുവനും കാറിലും എൻ്റെ മേലൊക്കെ ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനങ്ങനെ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.